ഇന്നത്തെ കാർത്തിക ദീപം എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ വിജിത ഉണ്ണിയേട്ടന് വേണ്ടിയിട്ട് ഉണ്ണിയേട്ടൻ ക്ഷീണിച്ച് വന്നിരിക്കുക. അപ്പോൾ ഉണ്ണിയേട്ടന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് അടുക്കളയിൽ പോയിട്ട് സ്വന്തമായിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി വന്നിട്ട് സുധയും കരുണനും ഉണ്ട് ഹാളിൽ തന്നെ നിൽക്കുന്നത്. എന്നിട്ട് പറയും, ദേ ഉണ്ണിയേട്ടന് ചായ കൊണ്ടുവരിക, ഇതിലേ ഞാൻ മയക്കുഗുളിക കലർത്തിയിട്ടുണ്ട്. അതിപ്പോൾ എന്തിനാ? ദീപേട്ടൻ്റെ റൂമിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും ദീപേട്ടനെ പുറത്തിറക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഉണ്ണിയേട്ടനെ ഒന്ന് ഉറക്കി കിടത്തണം, അതേ ഉള്ളൂ. ഇതിൽ ഇപ്പം ഞാൻ മയക്കുമരുന്ന് കലക്കി, ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും എന്നെ പിടിച്ച് കഴിഞ്ഞാൽ ഞാനതിൽ മയക്കുമരുന്നിന് പകരം ചേർക്കാൻ പോകുന്നതേ വിഷമായിരിക്കും. ദേ നിങ്ങളുടെ മോൾ എന്തൊക്കെയാ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വല്ല വിചാരമുണ്ട് ഇവളെന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന്? മോളെ, എന്തായാലും എന്നെ പിടിക്കപ്പെടുന്ന എനിക്കറിയാം. ആ സമയം ഇങ്ങനെ ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ പോയിട്ട് ഉണ്ണിയേട്ടനെ ഇത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോവും. എന്നിട്ടോ കരുണ സുധേനോട് പറയും, ഓ ഇവളെ ഇത് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേ, എനിക്ക് തന്നെ പേടിയാവുന്നു. നിങ്ങളല്ലേ? അല്ല, അതിനു മുന്നേ വിജിതനോട് ചോദിച്ചിട്ടുണ്ടാവും കരുണ, അല്ല മോളെ, നീ ഇപ്പം അവനെ വിഷം കൊടുത്ത് കൊന്നു കഴിഞ്ഞാൽ ആരാ ജയിലിൽ പോവുക? പണ്ടായിരുന്നെങ്കിലേ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ദീപൻ ഉണ്ടായിരുന്നു, ഇപ്പം ആര് പോവും? അതേ ഒറ്റ മോളാ ഞാൻ. അപ്പോഴേ ഒറ്റ മോക്ക് വേണ്ടിയിട്ട് അച്ഛൻ ജയിലിൽ പോകുന്നതിനും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജയിലിൽ പോവാനോ? നീ എന്തേ പറയുന്നേ? ഞാൻ ജയിലിൽ പോയത് തന്നെ വേണം. എനിക്ക് ഇങ്ങനത്തെ എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് സാധിച്ചു തരണമെങ്കിൽ അച്ഛൻ തന്നെയാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് പപ്പേനെ കുറെ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം വിജിത നമ്മുടെ ഉണ്ണിക്ക് ചായയും കൊണ്ട് പോയതായിരിക്കും. ഉണ്ണിയാണെങ്കിൽ നല്ല ഉറക്കം ഉണ്ടാവും അപ്പം ആ സമയത്ത്. ഉണ്ണിയേട്ടാ എന്താ ചായ കുടിച്ചേ? ഞാനൊന്ന് മയങ്ങിപ്പോയി. ഓ അതല്ലെങ്കിലും കിടക്ക കണ്ടു കഴിഞ്ഞാൽ മയങ്ങുന്ന ആളല്ലേ എന്ന് മനസ്സിൽ വിജിത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയും. അതെയോ, ഇതിപ്പം എന്തായാലും ഒന്ന് ചായ കുടിച്ചേക്ക്. ചായയോ? ഉണ്ണിയേട്ടാ ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാ എൻ്റെ ഉണ്ണിയേട്ടന് വേണ്ടിയിട്ട്. എൻ്റെ ഉറക്കം ഇപ്പം എന്തായാലും പോയി, ഞാനെന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കൊന്നും വേണ്ട, ഇപ്പം ചായ കുടിച്ചേ എന്നിട്ട് നല്ല പോലെ ഒന്ന് മയങ്ങിക്കോ, ക്ഷീണം ഉണ്ടാവില്ലേ? അത് സാരമൊന്നുമില്ല, ഒരു സാരമില്ലാന്നുമില്ല, എന്ന് വേഗം ചായ കുടിച്ചേ എന്നും പറഞ്ഞിട്ട് നല്ല പോലെ കുടിപ്പിക്കും ചായ. എന്നിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ദീപേട്ടൻ അവിടെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടാവും. എന്നിട്ട് ഉണ്ണീനെ കൊണ്ട് ചായ കുടിപ്പിച്ചിട്ട് പറയും, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഇപ്പം ഒന്നുകൂടെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാനൊന്ന് പോയി കുളിച്ചേച്ചും വരാം. അത് വേണ്ട, നല്ല ക്ഷീണമുള്ളതല്ലേ, നല്ലപോലെ കിടന്നുറങ്ങിക്കോ. ഉണ്ണിയേട്ടൻ കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ്റെ കാലൊക്കെ എടുത്ത് ബെഡിലേക്ക് വെക്കുകയും നല്ലപോലെ കിടത്തി ഉറക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണിയേട്ടൻ 2 മിനിറ്റ് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നതിന് ശേഷം നല്ലപോലെ ഉറങ്ങിയെന്ന് ഉറപ്പായിട്ട് വിളിച്ചു വെക്കും, ഉണ്ണിയേട്ടാന്നൊക്കെ. എവിടെ ആരറിയുന്നു, നല്ല പോലെ മയങ്ങിയിട്ടുണ്ട്. ആ തക്കം നോക്കിയിട്ട് വേഗം തന്നെ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിട്ട്, ദീപേട്ടാ ഇങ്ങോട്ട് വന്നേ, ഇറങ്ങി ഇങ്ങോട്ട് വന്നേ, ദേ ഉണ്ണിയേട്ടനെ ഞാൻ മയക്കുമരുന്ന് കലർത്തിയിട്ട് ഉറക്കഗുളിക കലർത്തിയിട്ട് ഉറക്കി കിടത്തിയിട്ടുണ്ട്. നീ കൊള്ളാലോടി, എന്തായാലും നിന്റെ കഴിവ് അപാരം തന്നെ. അതെ, ഇനി മെല്ലെ സംസാരിക്കൊന്നും വേണ്ട, സൗണ്ടിൽ സംസാരിച്ചോ, അയാളിതൊന്നും അറിയാൻ പോകുന്നൊന്നുമില്ല. എന്നാലും നിന്നെ സമ്മതിക്കണം, വാ നമുക്ക് താഴോട്ടേക്ക് പോവാം. അല്ലടി, ആ തള്ള അവിടെ ഉണ്ടോ? ഉണ്ടാവും, എനിക്കത് കുഴപ്പമൊന്നുമില്ല. ദീപേട്ടൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നേ, നമുക്ക് പുറത്ത് പോയിട്ട് ഇനി സംസാരിക്കാം. എന്തായാലും കുറച്ച് ഇനി 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾ ഉറക്കം എഴുന്നേക്കുള്ളൂ. നമുക്ക് കുറച്ച് നേരം പുറത്തിരുന്നിട്ട് സംസാരിക്കാം, പുഴക്കരയിലൊക്കെ പോയിട്ട് സംസാരിക്കാം. അല്ലെങ്കിലേ നമുക്കൊന്ന് പുറത്തു പോയാലോ? എനിക്കൊന്ന് ദീപൻ്റെ കൂടെ പുറത്ത് പോകണമെന്നുണ്ട്. ഇനിയിപ്പം അതിനൊന്നും പറ്റില്ല, എനിക്ക് കല്യാണ തിരക്കുണ്ട്. അവിടെ അരുൺ സാറിൻ്റെയും കാർത്തൂൻ്റെയും കല്യാണത്തിൻ്റെ ദിവസം നാളെയാണേ. അപ്പം അതിന് കുറേ പരിപാടികളുണ്ട്. അതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഞാനും അതേപോലെ തന്നെ പപ്പേട്ടനൊക്കെയാണ്. അതുകൊണ്ട് അതിൻ്റെ പണിയൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും ചുറ്റാനൊന്നും പോണ്ട, നീ വന്നേടി. അല്ല ദീപേട്ട, ഇതെന്താ എന്നെ മോളെ എന്നൊന്നും വിളിക്കാത്തേ? നിന്നെ മോളെ നല്ല വിളിക്കണ്ടേ, നീ ഇപ്പം ഒന്ന് താഴോട്ടേക്ക് വാ. അങ്ങനെ ദീപൻ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്തായിരിക്കും നമ്മുടെ അമ്മയും അതേപോലെ തന്നെ കരുണനും സുധയൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ദീപൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് സുധേനോട് അമ്മ ഇത് കണ്ടിട്ട് പറയും, അല്ല ഇതെന്താ, ഇവനെന്താ ഇവിടെ വന്നത്? ഇവനിപ്പം കയറി അകത്തേക്ക്? അവൻ കുറച്ച് നേരം മുന്നേ കരുതിയതാ. എനിക്ക് കുറച്ച് മുന്നേ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടെന്ന്. ഞാൻ ചോദിച്ച സമയത്ത് അടുക്കളയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞതാ. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ എന്നെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് അവിടെ തന്നെ ആക്കിയത്? എന്ത് പണിയാ കാണിക്കുന്നത്? ഒന്നില്ലെങ്കിൽ നിനക്ക് നാണമില്ലേ മോളുടെ എല്ലാ പരിപാടിക്കും കൂട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേ. ഇതാര്? നിങ്ങൾക്ക് കല്യാണത്തിന് വരാനൊന്നുമില്ലേ?
ആ കല്യാണത്തിന് പോകണം എന്നൊക്കെ ഉണ്ട്. ആ ഞാനിവിടെ കല്യാണത്തിൻ്റെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാൻ പോവാ. നിങ്ങൾ കല്യാണത്തിന് വന്നേക്കി, നല്ല പോലെ ഭക്ഷണം കഴിച്ചിട്ട് വരാം. കല്യാണ സദ്യയൊക്കെ ഉള്ളണ്ടേ, ഇടയ്ക്കിടയ്ക്ക് കല്യാണ സദ്യ കഴിക്കാനൊക്കെ വന്നൂടെ. ഞാൻ ചിലപ്പോൾ എന്തായാലും വരുന്നുണ്ട്. ആ ഇതാ കുടുംബസമേതം വന്നേക്കണം. അരുൺ സാറിൻ്റെയും കാർത്തൂൻ്റെയും കല്യാണം ഞങ്ങൾ എന്തായാലും അടിപൊളിയാക്കുകയും ചെയ്യും, അതുകൊണ്ട് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിജിതേനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുന്ന സമയത്ത് വിജിത പറയും, നമുക്ക് അവിടെ എവിടെയെങ്കിലും പുഴക്കരയിലെങ്കിലും നടന്ന് സംസാരിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ആ അങ്ങനെയാണെങ്കിലേ ഇവിടെ പണ്ട് നമ്മുടെ കണ്ണൻ ഉപയോഗിച്ചിരുന്നൊരു ചൂണ്ടയുണ്ട്, ആ ചൂണ്ട എടുത്ത് പോയിക്കോ. അങ്ങനെയാണെങ്കിൽ ദീപമോനെ കുറച്ച് മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണേട്ടൻ്റെ അമ്മ ഒന്ന് കളിയാക്കി സംസാരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് സുധയ്ക്കാണെങ്കിൽ ഇത് ദേഷ്യം പിടിച്ചിട്ട് പറയും, ദേ വെറുതെ വേണ്ടാത്തവരൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, എങ്ങനെങ്കിലും ഒന്ന് അവർ ഇറങ്ങിപ്പോയിക്കോട്ടെ, വെറുതെ ഉണ്ണീനെ കാണിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന സമയത്ത് പറയും, നീ എന്തൊക്കെയോ ഉള്ളിൽ ഇവർ രണ്ടാളും കൂടെ നടത്തുന്നുണ്ട്. അതെ അവർ തമ്മിൽ പണ്ട് പ്രേമത്തിലായിരുന്നു എന്നൊക്കെ അവൾ തന്നെ എന്നോട് പറഞ്ഞതാണെന്ന് സുധേനോട് കണ്ണൻ്റെ അമ്മ പറയും. അപ്പം പറയും, ഓ അപ്പം ഇതെല്ലാം എല്ലാം അറിയുന്നായിരുന്നല്ലോ, എന്നാൽ പിന്നെ അങ്ങനെ പ്രേമത്തിലായിരുന്നെങ്കിൽ വെറുതെ എന്തിനാ ഉണ്ണീനെ ഇതിൽ കരുവാക്കാതിന് മുന്നേ ഇവർക്ക് രണ്ടാളെയും കല്യാണം കഴിപ്പിച്ചാൽ പോരായിരുന്നോ? എന്ത് ചെയ്യാനാ, ഇവർ പ്രേമിച്ച സമയത്തെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ദീപൻ ജയിലിലായി പോയി, അതുകൊണ്ടാണ് കല്യാണം കഴിപ്പിക്കാൻ പറ്റാഞ്ഞത്. ഇനിയിപ്പം അതുകൊണ്ട് ഉണ്ണീനെ കല്യാണം കഴിപ്പിച്ചു. അവനെങ്ങാനും ജയിലിലല്ലായിരുന്നെങ്കിലേ അവനെ തന്നെ കല്യാണം കഴിച്ചേനെ. ഇനിയിപ്പോൾ എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, അതെ ഉണ്ണിയുണ്ട് അവിടെ മേലെ കിടന്നുറങ്ങുന്നു. ദീപൻ ഇപ്പം അവിടെ നിന്നാണ് വരുന്നത്. അവർ ചിലപ്പം സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും, എന്നിട്ടൊക്കെയായിരിക്കും വന്നിട്ടുണ്ടാവാന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് അങ്ങ് പോകും. എന്നിട്ടോ ഇത് കേട്ടിട്ട് ഉണ്ണീൻ്റെ അമ്മയല്ലേ ടെൻഷനായിട്ട് വേഗം മേലോട്ടേക്ക് ഓടി നോക്കുന്ന സമയത്ത് ഉണ്ണിയാണെങ്കിൽ നല്ല പോലെ കിടന്നുറങ്ങുക, ഒന്നും അറിയുന്നില്ല. അപ്പം മോനെ ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് കുറേ വിളിച്ചിടും, എവിടെ ആരറിയുന്നു. എന്നിട്ട് താഴോട്ടേക്ക് വന്നിട്ട് ചോദിക്കും, അല്ല നിന്റെ മോൾ എൻ്റെ മോനെ കൊന്നതാണോ? ഏയ് കൊന്നതൊന്നുമല്ല, കുറച്ച് ഉറക്കഗുളിക കലർത്തി കൊടുത്തതോ. അല്ല നീ ഉറക്കഗുളിക കലർത്തി കൊടുത്തതാ? ഓ എന്തായാലും കണ്ടുപിടിച്ചല്ലോ. അതെ ഉറക്കഗുളിക കലർത്തി കൊടുത്തതാ, അത് കുറച്ച് കഴിഞ്ഞാൽ എണീറ്റോളും. പിന്നെ എങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവിടെ കലഹം തന്നെയായിരിക്കും. ഇതേ സമയത്തോ നമ്മുടെ അരുൺ സാറിൻ്റെ അപ്പച്ചീൻ്റെ വീട്ടിലാണെങ്കിൽ അപ്പച്ചി ഒരു വസ്തുവും കഴിക്കാതെ ഹാളിൽ തന്നെ ഇരിക്കുക, എന്തൊക്കെയോ കണക്കൂട്ടലുകളുമായിട്ട്. അവിടേക്ക് അപ്പച്ചിയുടെ ഭർത്താവ് വന്നിട്ട് പറയും, എൻ്റെ ദേവേ നീ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, അതേപോലെ തന്നെ മോളും എന്തെങ്കിലും ഒന്ന് കഴിച്ചൂടെ, ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് എന്ത് കാര്യമാണ്, അരുണിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇനി അതും ആലോചിച്ചിട്ട് ഇരിക്കാതെ. അല്ലെങ്കിലും നമ്മുടെ മോളും അരുണും തമ്മിൽ ഒരു ചേർച്ചയില്ല. പിന്നെ അരുണൻ്റെ ഒരു പ്രായം എത്തിയ സമയത്ത് സ്വന്തമായി നിലപാട് വ്യക്തമാക്കിയതാണ്, അവൻ ഒരിക്കലും കുടുംബത്തിൽ നിന്നൊരു കല്യാണം കഴിക്കില്ല, പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് എങ്ങനത്തെ കുട്ടീനെ ആഗ്രഹിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞതും അല്ലേ. എന്നിട്ടും നമ്മളല്ലേ അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയത്. പിന്നെ നമ്മളെ മോളും അവനും തമ്മിൽ എന്ത് പ്രായ വ്യത്യാസമുണ്ട്, നമ്മൾ അതൊക്കെ നോക്കേണ്ടതല്ലേ. എന്നിട്ട് പിന്നെയും അവൻ്റെ പേരിൽ കുറ്റം ചാർത്തുന്നത് ശരിയല്ലല്ലോ. അവൻ ആദ്യമേ പറഞ്ഞതാ ഇങ്ങനൊരു കല്യാണത്തിന് താല്പര്യമില്ലാന്ന്, എന്നിട്ട് നമ്മളല്ലേ ചെയ്തത്. ഇനിയും ഇത് ആലോചിച്ച് നിൽക്കാതെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വാ, ദേവേ വാന്നും പറഞ്ഞിട്ട് കുറേ നിർബന്ധിക്കും. ഇവിടെ നമ്മുടെ വേലക്കാരനെ ഇവിടെ എല്ലാ ഭക്ഷണവും എടുത്ത് വെച്ചിട്ടുണ്ടോ, ഒന്ന് വന്ന് എന്തെങ്കിലും കഴിക്കി, ഇങ്ങനെ പട്ടിണി കിടക്കാതെ എന്തെങ്കിലും അസുഖം വരുമെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ദേവ ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. എന്നിട്ട് പറയും, നീ എത്ര ദിവസമായി, 2 ദിവസമായി എന്നോട് സംസാരിച്ചിട്ട്, നീ സംസാരിക്കണ്ട. പണ്ട് ഇതുപോലെ നിനക്ക് തീരെ താല്പര്യമില്ലായിരുന്നു എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് മാത്രമായിരുന്നു ആഗ്രഹം. എന്നിട്ടോ ഞാൻ കല്യാണം കഴിച്ചു. എന്നിട്ട് ഒരു കല്യാണത്തിന് അന്ന് പോലും നിന്റെ ഇഷ്ടമില്ലായ്മ എന്നോട് കാണിച്ചതാ. അത് ഈ നാൾ വരെ ഇതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയി പോവില്ലേ നമ്മുടെ മോളുടെയും ജീവിതം. അതുകൊണ്ടൊക്കെയല്ലേ ഞാനിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ അവളെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ഭർത്താവിനെ അല്ലേ അവൾക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയുടെ ഭർത്താവ് ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. പക്ഷേ ദേവയ്ക്ക് ഇതൊന്നും പിടിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അയാളിങ്ങനെ പറയും, ഒന്ന് ഭക്ഷണം കഴിച്ചൂടെ എന്നൊക്കെ. എന്നാൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മേശേൻ്റെ മുന്നിലിരുന്ന സമയത്തും നമ്മുടെ വേലക്കാരൻ വന്നിട്ട് പറയും, എത്ര ദിവസമായി ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ആരെങ്കിലും ഒന്ന് കഴിക്കണ്ടേ, ഇന്നെങ്കിലും കൊച്ചമ്മ വന്നല്ലോ, മോളെവിടെ? ഞാൻ മോളെ കുറേ തവണ വിളിച്ചതാ, എവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ദേവയുടെ ഭർത്താവ് പറയും, ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് രണ്ടാക്കും ഭക്ഷണം എടുത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ വിളമ്പുന്ന സമയത്ത് വീണ്ടും പറയും, എന്തായാലും അരുണിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പം അതിന് നമ്മൾ തർക്കിച്ച് നിൽക്കാതെ അവൻ്റെ കല്യാണത്തിന് ഒന്ന് പോയി അവർ രണ്ടാളെയും അനുഗ്രഹിച്ചിട്ട് ഒന്ന് നല്ലപോലെ അവരുടെ രണ്ടാളുടെയും ജീവിതം തുടങ്ങിക്കോട്ടെ. എന്തായാലും അരുൺ പറഞ്ഞത് കേട്ടിടത്തോളം ഒരു നല്ല പാവം പെൺകുട്ടിയാണ്, ഒരു പാവം പെൺകുട്ടീനെയല്ലേ അവനും ആഗ്രഹിച്ചത്. അതേപോലെ തന്നെ
നമ്മുടെ അരുണിൻ്റെ അമ്മയും കണ്ടിട്ടുണ്ട്. അവിടെ വേലക്കാരിയായിട്ട് 2 ദിവസം വന്നപ്പം അതുകൊണ്ട് അവളുടെ സ്വഭാവവും അമ്മയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ എന്തിനാ നമ്മൾ വേറെ കാര്യങ്ങൾ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തൂനെയും അരുണിനെയും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേട്ട് അവസാനം സഹി കെട്ടിട്ട് നമ്മുടെ ദേവയുടെ ദേഷ്യം അടങ്ങാനാവാതെ ആ പാത്രമെല്ലാം കൂടെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ഫുൾ പൊട്ടി തകിടം പറയും. എന്നിട്ട് പറയും, നിങ്ങളെ അവരെ തമ്മിൽ പൊക്കി പറയാനല്ല ഞാൻ ഇവിടെ വന്നിരുന്നത്, നിങ്ങളെ കഴിപ്പിക്കൽ നിർത്താൻ വേണ്ടിയിട്ടാ. എൻ്റെ മോള് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തെ നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കണ്ട, അതേപോലെ തന്നെ ഇവിടെ ആരും ഭക്ഷണം കഴിക്കണ്ട. ആർക്കെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് കഴിച്ചിങ്ങോട്ടേക്ക് വന്നാൽ മതി. അല്ലതേവേ മിണ്ടിപ്പോവരുത്. അവരുടെ കല്യാണം നാളെയല്ലേ, നടന്നിട്ടൊന്നുമില്ലല്ലോ, വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് വിട്ടില്ലല്ലോ, അവരൊരുമിച്ച് ജീവിച്ചിട്ടും ഇല്ലല്ലോ. അതുകൊണ്ടേ അത് എങ്ങനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നാളെ നടക്കുന്നതെന്ന് എനിക്ക് കാണണമെന്ന് പറയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.